മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തിരുനാവായ ദേശത്ത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുരാതന ക്ഷേത്രമാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. എൻ്റെ പേര് പരമേശ്വരൻ എന്നാണ്. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ വടക്കേ കരയിലാണ്. ഏറെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. നവാമുകുന്ദ ക്ഷേത്രം എന്ന് പറയുമ്പോൾ 8 വിഗ്രഹങ്ങൾ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയി 9ാമത്തെ പ്രതിഷ്ഠ. നവം എന്ന് പറഞ്ഞാൽ 9 എന്നുള്ള രീതിയിലാണ് നവാമുകുന്ദ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. മഹാവിഷ്ണു ചിട്ടപ്രകാരമുള്ള പൂജകളും കാര്യങ്ങളും എല്ലാമാണ് ഇവിടെ നടക്കുന്നത്. 108 വൈഷ്ണവ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ്. ത്രിമൂർത്തി സംഗമസ്ഥാനാണ്. ഇവിടെ മഹാവിഷ്ണു പുഴയുടെ തെക്കേ കരയിൽ ബ്രഹ്മാവും ശിവനും, അപ്പോൾ ബ്രഹ്മാവും ശിവനും തെക്കേ കരയിലും വടക്കേ കരയിൽ നവാമുകുന്ദനും, അങ്ങനെ ബ്രഹ്മശിവ വിഷ്ണു സംഗമ ഭൂമി കൂടിയാണ് ഇത് ഇവിടെ. അതുകൊണ്ട് തന്നെ പിതൃതർപ്പണത്തിന് ഇവിടെ ഏറെ പ്രധാനമാണ്. നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് ധാരാളം ആളുകൾ പിതൃതർപ്പണത്തിനായി എല്ലാ ദിവസവും ഇവിടെ വരിക പതിവുണ്ട്. ഹൈന്ദവ വൈഷ്ണവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവാണ് നവാമുകുന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയായ മഹാലക്ഷ്മി ഇവിടെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയായി കാണപ്പെടുന്നു. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. തിരുനാവായ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വീട്. അമ്പലത്തിൽ ജോലി ചെയ്യണു. ഇവിടുത്തെ 12ാം നമ്പർ കർമ്മിയാണ് തിരുനാവായത്തെ. ബ്രഹ്മാവ് ശിവൻ വിഷ്ണു അങ്ങനെ സംഘമാണ് ഇവിടെ തിരുനാവായ ഉള്ളത് പ്രധാനമായിട്ട്. പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹമൊക്കെ കഴിഞ്ഞ് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി ആത്മശാന്തിക്ക് വേണ്ടി ഭാരതത്തിൽ പല സ്ഥലത്ത് പോയിട്ട് ബലിതർപ്പണം നടത്തിയിട്ടും മനസ്സമാധാനം വീണ്ടെടുക്കാൻ കഴിയാതെ തിരുനാവായിൽ വന്ന് ബലിതർപ്പണം നടത്തിയിട്ടാണ് പിതൃക്കൾക്ക് മോക്ഷം കിട്ടിയതും അദ്ദേഹത്തിന് മനസ്സമാധാനം കിട്ടിയതും അദ്ദേഹം ഉദ്ദേശിച്ച മഹായാഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും എന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പോൾ ത്രിമൂർത്തി സംഗമസ്ഥാനം, പരശുരാമൻ പിതൃതർപ്പണം നടത്തിയ സ്ഥലം എന്നീ രീതിയിലൊക്കെ പിതൃതർപ്പണത്തിന് ഏറെ പ്രാധാന്യമാണ്. അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ലക്ഷ്മി പ്രതിഷ്ഠ. പ്രധാന ശ്രീകോവിലിൻ്റെ പിറകിൽ മൃത്യുവിജയിയായ ശിവന്റെ സങ്കല്പത്തിലുള്ള ആരാധനയുമുണ്ട്. ഇത് അടുത്തുള്ള തൃപ്പങ്ങോട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രതീകാത്മകനായി ഒരു നന്ദി വിഗ്രഹവും ഇവിടെ കാണാം. ഐതിഹ്യപ്രകാരം നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ 9 സന്യാസി വരന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇവരിൽ ആദ്യത്തെ 8 വിഗ്രഹങ്ങൾ അന്തർദാനം ചെയ്തുവെന്നും അവസാനത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ളതെന്നും വിശ്വസിച്ചു വരുന്നു. ദർശനത്തിന് ഏറെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ തമിഴ് വൈഷ്ണവ ഭക്തരടക്കം ധാരാളം ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വരും. ക്ഷേത്രത്തിൽ നവാമുകുന്ദൻ്റെ തൊട്ടടുത്ത് തന്നെ, മഹാവിഷ്ണുവിൻ്റെ തൊട്ടടുത്ത് തന്നെ മഹാലക്ഷ്മിയുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പം മഹാവിഷ്ണു മഹാലക്ഷ്മിയും കൂടിയുള്ള ഒരു ക്ഷേത്രം വളരെ അപൂർവമാണ്. തൊട്ടടുത്ത് പിന്നീടുള്ളത് ഗണപതി ക്ഷേത്രമാണ്. ഗജേന്ദ്രമോക്ഷം ലഭിച്ച ഗണപതിയാണ് ഇവിടെ ഉള്ളത്.
അതും ഏറെ പ്രധാനമാണ്. ഗണപതിക്ക് ഒറ്റ വഴിപാടൊക്കെ ഏറെ പ്രസിദ്ധങ്ങളായിട്ടുള്ളതാണ്. ഒരു 100-200 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ കുംഭമേള ഇവിടെ നടന്നത് ഇത്ര. ഇപ്പോൾ രണ്ടാമതാണ് ഇപ്പോൾ ആരംഭിച്ചത് ഇവിടെ തിരുനാവായയിൽ. പിന്നെ പ്രധാനപ്പെട്ട ഈ അസ്ഥി ഒഴുക്കൽ കർമ്മങ്ങളൊക്കെ തിരുനാവായയിൽ ഈ സിനിമാക്കാർ നെടുമുടി വേണു സാറ്, പിന്നെ എം ടി വാസുദേവൻ നായർ, പിന്നെ അങ്ങനെ പ്രധാനപ്പെട്ട അങ്ങനെ കുറേ ആൾക്കാരെ അസ്ഥി നിമഞ്ജനം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒൻപത് യോഗികൾ ഇവിടെ പ്രതിഷ്ഠ നടത്തിയെങ്കിലും 9ാമത്തെ തവണ പാൽപ്പായസം തരാമെന്ന വ്യവസ്ഥയിലാണ് പ്രതിഷ്ഠ ഉറച്ചതെന്നും ഐതിഹ്യം പറയുന്നു. നവാമുകുന്ദ ക്ഷേത്രത്തിനടിയിൽ നിരവധി വിഗ്രഹങ്ങളുണ്ടെന്ന് വിശ്വാസമുള്ളതിനാൽ ഇവിടെ അധികം പ്രദക്ഷിണം വച്ചിരുന്നില്ല. ആദ്യം പ്രതിഷ്ഠിച്ച 8 വിഗ്രഹങ്ങൾ എവിടെയൊക്കെയാണെന്നറിയാത്തതിനാൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും തിരുനാവായ വാദ്യാനും മുട്ടുകുത്തിയാണ് പ്രദക്ഷിണം വച്ചിരുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് താമരമാല, നെയ്വിളക്ക്, പാൽപ്പായസം എന്നതാണ്. അപ്പോൾ 8 വിഗ്രഹങ്ങൾ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയി 9ാമത്തെ എന്താണ് ഇതിന് കാരണം എന്ന് നോക്കിയപ്പോഴാണ് എല്ലാ ദിവസവും ഭാരതപ്പുഴയിലെ വെള്ളം കൊണ്ട് വേണം ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതുപോലെ താമരമാലയും നെയ്വിളക്കും പാൽപ്പായസവും എല്ലാ ദിവസവും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ 3 വഴിപാടുകളും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. ഭാരതപ്പുഴയിലെ വെള്ളം ആണ്, ശുദ്ധീകരിച്ച വെള്ളമാണ് ക്ഷേത്ര കാര്യങ്ങൾക്ക്, ഭഗവാന്റെ കാര്യങ്ങൾക്കൊക്കെല്ലാം ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് മരിച്ച ആൾക്കാർക്ക് തിലഹോമം സായുജ്യ പൂജയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കാല് കഴിച്ചൂട്ട് ബ്രാഹ്മണർക്ക്, അത് ഈ കർമ്മത്തിൻ്റെ ബന്ധപ്പെട്ട തന്നെയാണ് അതും. പിന്നെ എല്ലാ ദിവസവും ബലിതർപ്പണം രാവിലെ 5:30 മണി മുതൽ 12 മണി വരെയാണ് ബലിതർപ്പണം ഇവിടെ നടക്കുന്നത്. ഇവിടെ എല്ലാ ദിവസവും താമരപ്പൂവ് ഉണ്ടാവണം. അപ്പോൾ താമര കിട്ടാത്ത കാലത്ത് എവിടുന്നാണോ കിട്ടുക അവിടുന്ന് കൊണ്ടുവന്നിട്ട് താമര പൂക്കൾ കൊണ്ടുവന്ന് ഇവിടെ മാല കെട്ടി ചാർത്തണം. നെയ്വിളക്ക് നെയ്യിന് വളരെ പ്രാധാനമാണ്. എല്ലാ ശ്രീകോവിലും നെയ്വിളക്കാണ് ഇവിടെ കത്തുന്നതും. അപ്പോൾ അതും വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള വഴിപാട്. നവയോഗികളായ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പിലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചാമസൻ, കരഭാജനൻ എന്നിവർക്ക് മഹാവിഷ്ണു ഇവിടെ ദർശനം നൽകിയിട്ടുണ്ട്. ബലിതർപ്പണം കഴിഞ്ഞ് പിതൃമോക്ഷത്തിന് വേണ്ടി കഴിക്കുന്ന ചില വഴിപാടുകളുണ്ട്. അതാണ് തിലഹോമം, സായുജ്യ പൂജ. തിലഹോമം കഴിച്ച് സായുജ്യം കൊടുക്കുക എന്നാണ് പറയുക. പിന്നെ കാൽ കഴിച്ചൂട്ട്, പിന്നെ ഭഗവത്ഗീതാ പാരായണം തുടങ്ങിയ വഴിപാടുണ്ട്. അതിൽ തിലഹോമവും സായുജ്യ പൂജയും ഏറെ പ്രസിദ്ധമാണ്. കൂടാതെ പിന്നെ ഈ മക്കളില്ലാത്ത ആളുകൾക്കൊക്കെ തന്നെ സന്താന സൂക്തം വഴിപാട്, അഷ്ടപതി ഏറെ വിശേഷമാണ്. മഹാലക്ഷ്മിക്ക് മലർപ്പറ നേർന്ന് വിവാഹം കഴിയാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ മലർപ്പറ കഴിക്കുകയും അതിനുശേഷം ഇവിടെ വന്ന് തൊഴുകയും മലർപ്പറ കഴിക്കുക എന്ന് പ്രാർത്ഥിക്കുകയും വിവാഹശേഷം വന്നിട്ട് 2 പേരും കൂടി മലർപ്പറ നടത്തുകയും ചെയ്യുക എന്നുള്ളതും ഏറെ വിശേഷമാണ്. ഇതേപോലെ തന്നെയാണ് ലക്ഷ്മി നാരായണ പൂജയും ഇവിടെ
ഏറെ വിശേഷമായിട്ടുള്ള പൂജയാണ്, പ്രത്യേക പൽപ്പൊക്കെ ഇട്ട് നടത്തുന്ന പൂജയാണ്. തിരുനാവ് ബലിയിട്ടിട്ട് അക്കരയ്ക്ക് ബ്രഹ്മാവും ശിവനും തൊഴലാണ് പ്രധാനം. അക്കരെ ബ്രഹ്മാവ്, ശിവൻ, ഇവിടെ വിഷ്ണു, അങ്ങനെ മൂന്നും കൂടി ചേർന്നൊരു സംഘമാണ് തിരുനാവായ. ഇവിടെ ബലിയിട്ടാൽ കാശിയിൽ ബലിയിട്ടു എന്നാണ് സങ്കല്പം. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തിരൂരിന് 8 കിലോമീറ്റർ തെക്കാണ് തിരുനാവായ. തെക്ക് ഭാഗത്തു നിന്ന്, അതായത് എറണാകുളം തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നവർ കുറ്റിപ്പുറത്ത് ബസ്സിറങ്ങി തിരൂരിലേക്കുള്ള വഴിയിൽ 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്തിച്ചേരാം. വടക്ക് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ തൃശ്ശൂർ കോഴിക്കോട് ഭാഗത്തു നിന്നാണെങ്കിൽ പുത്തനത്താണിയിൽ ഇറങ്ങി 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. ട്രെയിൻ മാർഗം തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്നവർ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതിയാകും. അടുത്തുള്ള മറ്റൊരു പ്രധാന റെയിൽവേ സ്റ്റേഷൻ തിരൂരാണ് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 5 മണി മുതൽ 11 മണി വരെയാണ് ബലിതർപ്പണത്തിൻ്റെ സമയം. രാവിലെ 5 മണിക്ക്, സാധാരണ ദിവസം 5 മണിക്ക് തുറന്ന് 11 മണിക്ക് അമ്പലം അടയ്ക്കുകയും ചെയ്യും. വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെയാണ് അമ്പലം തുറക്കുക. എന്നാൽ വിശേഷ ദിവസങ്ങളിൽ ഇപ്പോൾ കർക്കിടക വാവ് ഏകദേശം 1,00,000 മേലെ ആളുകൾ വരും. അന്ന് പുലർച്ചെ 2 മണി മുതൽ 2:30 മുതൽ ബലിതർപ്പണം തുടങ്ങും. അത് പിന്നെ കഴിയണവരെ ഉച്ചയ്ക്ക് 2 മണി വരെയൊക്കെ നീണ്ടുപോകും. കർക്കിടക വാവ്, തുലാവാവ്, കുംഭവാവ് എന്നീ വാവുകൾ ഏറെ വിശേഷമാണ്. അതിനൊക്കെ തന്നെ 10,000-കണക്കിന് ആളുകൾ ഇവിടെ പിതൃതർപ്പണത്തിനായി നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തുക പതിവുണ്ട്. പ്രധാനമായിട്ട് ഈ പുഴ കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ ഒഴുകണമെന്നാണ് ഒരു കഥ പറയണത്. അത് പടിഞ്ഞാട്ട് തന്നെയാണ് പുഴ ഒഴുകി പോണത്. പിന്നെ എല്ലാ ദിവസവും തിരുനാവായ ഊട്ടുപുരയിൽ അന്നദാനം 6 മണി മുതൽ അന്നദാനം 12 മണി വരെ അന്നദാനം ഉണ്ട്. ഉത്സവമുണ്ട്. ഉത്സവം ഏറെ പ്രധാനമാണ്. വിഷു തലേന്ന് കൊടികേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഇപ്പോൾ ഈ വർഷപ്പോൾ വിഷു 15-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ 14-ാം തീയതി കൊടികേറി 10 ദിവസം നീണ്ടു നിൽക്കും. 23-ാം തീയതി ആറാട്ടോട് കൂടിയിട്ടാണ് കഴിയുക. വിഷു നാളുകളിൽ ആധ്യാത്മിക കാര്യങ്ങൾക്കൊക്കെ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രമാണ്. പള്ളിവേട്ട, ആറാട്ട്, ഉത്സവബലി ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടാവും. അതിനു മുമ്പ് ഒരു 6 ദിവസം മുമ്പ് ദ്രവ്യകലശം തുടങ്ങും. ഈ കൊല്ലപ്പോൾ 9-ാം തീയതി മുതൽ ദ്രവ്യകലശം തുടങ്ങും. ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഊരാളൻ എന്ന് പറയുന്നത് കോഴിക്കോട് സാമൂതിരി രാജാവാണ്. ഇതിലത്തെ തന്ത്രി കൽപ്പുഴ ഇല്ലക്കാരാണ്. പാരമ്പര്യക്കാരാണ് മേൽശാന്തി. അരീക്കര ഇല്ലക്കാരാണ് മേൽശാന്തിയായിട്ട് വരുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മതിലിന് പുറത്തായിട്ട് അയ്യപ്പക്ഷേത്രമുണ്ട്. അയ്യപ്പക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. ഇവിടെ നീരാഞ്ജനം, എള്ളുതിരി, ശനിദോഷ പൂജ തുടങ്ങിയ വഴിപാടുകൾ ഏറെ വിശേഷപ്പെട്ട വഴിപാടുകളാണ്. അഷ്ടമി രോഹിണി, പ്രതിഷ്ഠാദിനം ഇപ്പോൾ മീനത്തിലെ അത്ത നക്ഷത്രമാണ്. ഈ കൊല്ലം വരുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. പ്രതിഷ്ഠാദിനം ഏറെ വിശേഷമാണ്. എല്ലാ മാസവും 30 വ്യാഴം ഏറെ പ്രധാനമാണ്. 30 വ്യാഴാഴ്ച തന്ത്രിയുടെ വിശേഷാൽ പൂജകളും
പിന്നെ സത്സംഗങ്ങളും പ്രസാദൂട്ടും എല്ലാം ഉണ്ടായിരിക്കും. ഈ ബലിതർപ്പണത്തിനോ ദർശനത്തിനൊക്കെ വരുന്നവർക്ക് താമസിക്കാൻ ക്ഷേത്രം സത്രത്തിൽ റൂമുകളും ലഭ്യമാണ്. റൂമുകൾ എടുക്കാൻ കഴിയാത്തവർക്ക് വിശ്രമ മന്ദിരത്തിൽ അവർക്ക് പായ കിടക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. വരുന്ന മുഴുവൻ ആളുകൾക്കും രാവിലെ ബലിതർപ്പണം ദർശനം കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ ഭക്ഷണം ക്ഷേത്രത്തിൽ രാവിലെ ചായ, ഇഡ്ഡലി, സാമ്പാർ അല്ലെങ്കിൽ ഉപ്പുമാവ്, കറികൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഇവിടെ കൊടുക്കും. തിരുവോണവാരം ഏറെ പ്രസിദ്ധമാണ്. തിരുവോണത്തിന് വാരം ഇരിക്കുക എന്നുള്ള ചടങ്ങുണ്ടല്ലോ, അത് വൈകുന്നേരം തിരുവോണവാരും അത് കഴിഞ്ഞ് വാരസദ്യയും ഇവിടെ നടക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ജനുവരി 19 മുതൽ ഫെബ്രുവരി 3 കൂടിയിട്ടുള്ള മഹാകുംഭമേള ഇവിടെ നടന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. കുംഭമേളയ്ക്ക് പിന്നെ ആരതി ഒഴിയലും കാശ്മീരി പണ്ഡിറ്റുകളുടെ ആരതി ഒഴിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ദിവസം ഏറെ വിശേഷമായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞു. ഇവിടെ കുറ്റിപ്പുറാണ് നിയറസ്റ്റ് ടൗണ്. അവിടെ നിന്ന് 7 കിലോമീറ്ററാണ്. ഇപ്പോൾ ട്രെയിനിനൊക്കെ വരികയാണെങ്കിൽ കുറ്റിപ്പുറത്ത് നിന്ന് 7 കിലോമീറ്റർ മാത്രമാണുള്ളത്. തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും അവിടെ എല്ലാ ട്രെയിനുകളും നിർത്തുക പതിവില്ല. പിന്നെ തിരൂർ റെയിൽവേ സ്റ്റേഷനും ഇവിടെ അടുത്താണ്, ഒരു 12 കിലോമീറ്ററേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിനടുത്താണ് ഏറെ വിശേഷപ്പെട്ടിട്ടുള്ള തുപ്രങ്കോട് മഹാശിവക്ഷേത്രം. അവിടെ 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. ഈ ക്ഷേത്രവും ആയിട്ട് ഐതിഹ്യപരമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. തുപ്രങ്കോട് അമ്പലത്തിൽ മാർക്കാണ്ഡേയ ചരിത്രം മുഴുവൻ തുപ്രങ്കോട് അമ്പലത്തിലാണ്. മാർക്കാണ്ഡേയൻ ആദ്യം വന്നത് തിരുനാവായയിലും പിന്നീട് സംഹാരം ഞാനല്ല എന്ന് പറഞ്ഞ് തുപ്രങ്കോട്ടയ്ക്ക് പറഞ്ഞയക്കുക. അതുകൊണ്ടാണ് നവാമുകുന്ദൻ്റെ ശ്രീകോവിലിൻ്റെ പിന്നിൽ ഒരു വാതിൽ അടഞ്ഞു കിടക്കുന്നത് കാണാം. അത് മാർക്കാണ്ഡേയന് തുറന്നു കൊടുത്തതാണ്. മാർക്കാണ്ഡേയ പിന്നെ തുപ്രങ്കോട് അമ്പലത്തിൽ പോവുകയും പിന്നെ കാലൻ വധിക്കാൻ ശ്രമിച്ചപ്പോൾ കാലനെ വധിക്കുകയും അങ്ങനെ കാലനില്ലാത്തൊരു കാലം ഉണ്ടായി എന്നൊക്കെ പറയുന്ന തുപ്രങ്കോട് ശൂലം കഴുകിയ കുളമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ തിരുനാവായത്തൊഴുത് തുപ്രങ്കോട് ഏറെ വിശേഷമായിട്ടുള്ള അമ്പലമാണ്. തൊട്ടടുത്താണ് ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം. ഏറെ വിശേഷമായിട്ടുള്ള ക്ഷേത്രമാണ് ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം. പത്രങ്ങളിലും മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. കെ കരുണാകരൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് തൊഴുതേരുന്നതാണ്. അതുപോലെ തന്നെ ജയലളിത വന്ന് തൊഴുത് സ്വർണ്ണക്കിരീടമൊക്കെ വെച്ചിട്ടുള്ള ഒരു അമ്പലമാണ്. ഇവിടുത്തെ തൊട്ടടുത്ത് അതുപോലെ തൃക്കണ്ടിയൂർ മഹാക്ഷേത്രം, ചന്ദനക്കാവ് ക്ഷേത്രം, പിന്നെ കാടാമ്പുഴ ക്ഷേത്രം, ഇതെല്ലാം ഈ ചുറ്റളവിൽ ഇവിടെ വന്നാൽ കണ്ടു പോകാവുന്ന ക്ഷേത്രങ്ങളാണ്. തിരുനാവായ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഐതിഹ്യത്തിനും അപ്പുറത്ത് മാമാങ്കത്തിൻ്റെ മുഴുവൻ ചരിത്രവും ഉൾക്കൊള്ളുന്ന ഭൂമിയാണ്. ഈ കാണുന്നത് പഴുക്കാമണ്ഡപം എന്ന് പറയുന്നതാണ്. മാമാങ്കത്തിന് 5 സ്മാരകങ്ങൾ തിരുനാവായിലുണ്ട്. അതിലൊന്ന് പഴുക്കാമണ്ഡപം, അത് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലാണ്. പിന്നെ മണിക്കിണറുണ്ട്, നിലപാട് തറുണ്ട്, മരുന്നറുണ്ട്, ചങ്ങമ്പള്ളി കളരിയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ചരിത്ര വിദ്യാർത്ഥികളും ചരിത്ര ഗവേഷകരും ആയിട്ടുള്ള ആളുകൾ ഈ ചരിത്ര ശേഷിപ്പുകളൊക്കെ കാണാൻ വേണ്ടി വളരെ അധികം ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇതിന് ഒരു 7 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് ചന്ദനക്കാവിനടുത്ത് ആഴ്വാഞ്ചേരി മന സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ തിരൂരിൻ്റെ അടുത്താണ് തുഞ്ചത്താചാര്യൻ്റെ തുഞ്ചംപറമ്പ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രസിദ്ധമായാണ് നവാമുകുന്ദ ക്ഷേത്രവും ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഐതിഹ്യ പ്രാധാന്യമുള്ള ഒട്ടനവധി ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ സാഹിത്യകാരന്മാരുടെയും മനകളും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രകൃതി രമണീയമായ ഒരു കാഴ്ച കൂടി കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തീർത്ഥാടന യാത്രയായി ആളുകൾക്ക് ഇവിടെ എത്താറാവുന്നതാണ്. അവരവരുടെ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ വേണ്ടിയിട്ട് വഴിപാട് കഴിച്ച് ദേവനെ നമസ്കരിച്ച് പോകാവുന്നതുമാണ്.